ഈശോ രണ്ടാമത് വരുമെന്നുള്ളത് സഭയുടെ വലിയ ഒരു പ്രബോധനമാണ്. എസ്കറ്റോളജി അല്ലെങ്കിൽ യുഗാന്ത്യം എന്ന് പറയുന്ന കാര്യം. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എന്താണ് യേശുവിൻ്റെ പുനരാഗമനം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം കൂടിയാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നത്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്, യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് യേശുവിന് വേണ്ടി യേശു ഒരു അവശിഷ്ട ഭാഗത്തെ തിരഞ്ഞെടുക്കും. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ദൈവരാജ്യ വളർച്ചയ്ക്കായി മാറ്റിവെക്കപ്പെടുന്ന ഒരു ദൈവജനത്തെ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ആഴങ്ങളും കൃപയും നിറയാൻ നമുക്കിന്ന് ദിവസം പ്രാർത്ഥിക്കാം. ലോകത്ത് നടക്കുന്ന പല ചോദ്യങ്ങളിൽ ക്രിസ്തു മതത്തിൽപ്പെട്ടവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യ, നീ ആരാണ്? നീ എവിടെ നിന്ന് വന്നു? എവിടേക്ക് പോകുന്നു? മനുഷ്യ ജീവിതം ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ അവസാനിക്കുന്നതല്ലേ? മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടോ? മരണാന്തര ജീവിതം എന്നത് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ഈ വിധ ചോദ്യങ്ങൾ എക്കാലവും ഒരു ക്രൈസ്തവനോട് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയോട് ചോദിക്കും. കാരണം ഈ മരണത്തിനപ്പുറം യഥാർത്ഥമായൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു കത്തോലിക്കൻ തിരിച്ചറിയണം, ഈ ചോദ്യത്തിന് ഞാനും നിങ്ങളും എന്തുത്തരമാണ് കൊടുക്കുക. അതുകൊണ്ട് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് ഉയർന്നു നിൽക്കുന്ന ചില ആരോപണങ്ങൾ മാത്രമാണിത്. എന്നാൽ എന്താണ് ഈ ആരോപണത്തിനുള്ള ഒരു ഉത്തരം? പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ക്രിസ്ത്യാനികൾ പഴയ കാലത്തെ ക്രിസ്തു അനുഭവത്തിലേക്ക് നോക്കി പിന്തിരിഞ്ഞു നോക്കി ജീവിക്കുക. അവർ പഴയ കാലത്ത് അവർക്ക് ദൈവം ഉണ്ടായിരുന്നു പറഞ്ഞു, ആ ദൈവത്തെ കാത്തിരുന്ന് ജീവിക്കുന്നവരാ. രണ്ടാമത് ഇങ്ങനെ പറയും, ക്രിസ്തു ശിഷ്യന്മാർ അവർ സ്വർഗത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ സ്വർഗം ഒരു ഭാവനയെ പോലും കാണാതെ ഇവർക്ക് എങ്ങനെ ഇത് കണ്ടെത്താൻ പറ്റും? ഇതൊക്കെ ലോകത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഇതിനുള്ള ഉത്തരം ഇതാണ് പ്രിയപ്പെട്ടവരെ. വി ആർ ലിവിങ് നോട്ട് 2000 years ആഫ്റ്റർ ക്രൈസ്റ്റ്, വി ആർ ലിവിങ് 2000 years വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്തുവിനെ ചിന്തിച്ച് ജീവിക്കുന്നവരല്ല. 2000 വർഷമായിട്ടും നമ്മോട് കൂടെ ജീവിക്കുന്ന ക്രിസ്തുവിനെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും അവൻ്റെ രക്ഷാകര ദൗത്യങ്ങൾ സ്വന്തമാക്കി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഇന്നലകളിലുള്ള ഒരു ദൈവത്തിൻ്റെ പുരാണ കഥകളല്ല, അന്നും ഇന്നും എപ്പോഴും ഞങ്ങളോട് കൂടെ വസിക്കുന്ന, കൂടെ ആയിരിക്കുന്ന, ഞങ്ങളിൽ ഒരുവനായി ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്ന ഞങ്ങളുടെ രക്ഷകനായ ദൈവത്തിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവിടെയാണ് ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ യുഗാന്ത്യത്തിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ക്രൈസ്തവ സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുപറയുന്ന ഒരു കാര്യമാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇങ്ങനെ ഏറ്റുചൊല്ലും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണേ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും, കടന്നുപോയവരെയും ആയിരിക്കുന്നവരെയും ഒരുപോലെ കാണാൻ കൃപ. വെളിപാട് പുസ്തകത്തിൽ പറയുന്നില്ലേ, ആയിരിക്കുന്നവരും ആയിരുന്നവരും വരാനിരിക്കുന്നവരും സർവശക്തനുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്നവനാണ് ഇപ്പോഴും നമ്മളുടെ കൂടെ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് മറ്റൊരു വിധത്തിൽ ഇതിനെപ്പറ്റി പറയും, മാറാനാത്ത കർത്താവേ വേഗം വരണമേ. വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ചാപ്റ്റർ അവസാനിക്കുന്ന വചനം ഇതാണ്, മാറാനാത്ത കർത്താവേ വേഗം വരണമേ. ബൈബിള് തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇതൊരു ഭയത്തിൻ്റെ കാര്യത്തിലേക്ക് കടത്തിവിടാറുണ്ട്. അത് ഭയത്തിലേക്ക് കടന്നു പോകേണ്ടതല്ല. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ, സീറോ മലബാർ കുർബാനയിലെ സമാപന ആശീർവാദത്തിൽ ഇങ്ങനെ പാടി പ്രാർത്ഥിക്കും, പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ മാലാകമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. അപ്പൊ ജനം മുഴുവൻ ആമീൻ പാടും. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ഗാനത്തിൻ്റെ അർത്ഥം? പ്രീതി കലർന്നൊരു യുഗാന്ത്യം. കാരണം ഭയന്ന് പേടിച്ചിരിക്കേണ്ടതല്ല. 2000 ആണ്ടിൽ ചിലർ പ്രവചിച്ചു, ഇതാ 2000 ആണ്ട് പിറക്കുന്നതോടുകൂടി ലോകം അവസാനിക്കും.
അനേകര് മെഴുതിരി കത്തിച്ചു വെച്ചു. എന്നാൽ മെഴുതിരി കഴിഞ്ഞു, ലോകം അപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണേ, ഇങ്ങനെയുള്ള അബദ്ധ പ്രബോധനങ്ങൾ ഭയപ്പെടുത്തി മനുഷ്യനെ ചില ശക്തികളിലേക്ക് കൊണ്ടുപോകുന്ന യുഗാന്ത്യത്തിൻ്റെ തെറ്റിദ്ധാരണകൾ വിഷം വിത്തിക്കുന്ന അനേകരുണ്ട്. എന്നാൽ എന്താണ്? അതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പാടുന്നത്. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയ യെരൂശലേം നഗരത്തിൽ മാലാഖമാരായി ഒത്തുവലം ജീവിക്കാനുള്ളൊരു കൃപ. മരണം ഒരു വിധത്തിൽ യുഗാന്ത്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഞാൻ മരിക്കുമ്പോൾ ഞാനാകുന്ന എൻ്റെ ചുറ്റുപാടുകളിൽ എൻ്റെ യുഗം അവസാനിക്കുന്നു. ഹിറ്റ്ലർ മരിച്ചതോടുകൂടി ഹിറ്റ്ലറിൻ്റെ യുഗം അവസാനിച്ചു. ഇതുപോലെ എൻ്റെ മരണക്കിടക്കയിൽ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ യുഗം അവസാനിക്കരുത്. അതുകൊണ്ടാണ് പാദ്രി പിയോയുടെ യുഗം അവസാനിക്കുന്നില്ല. കാരണം അദ്ദേഹം നിത്യജീവൻ്റെ വിശുദ്ധിയിലേക്ക് കയറിയപ്പോൾ ഒരു ഓർമ്മയായി. എപ്രാസ്യമ്മ പ്രാർത്ഥിച്ചത് എന്താണ്? എപ്രാസ്യമ്മ പ്രാർത്ഥിക്കുന്നതും ഇപ്രകാരം തന്നെയാണ്. ഞാൻ മരിച്ചാലും നിങ്ങളെ മറക്കില്ല, കാരണം ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയിലേക്കാണ് മരിക്കുന്നത്. എനിക്ക് മരണമില്ല, ശരീരത്തിനേ മരണമുള്ളൂ, ആത്മാവ് നിത്യതയിലേക്ക് ഉയർക്കപ്പെടും. യഥാർത്ഥത്തിൽ ഇതാണ് യുഗാന്ത്യത്തിൻ്റെ യഥാർത്ഥ ബോധ്യമെന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, യേശു യുഗാന്ത്യത്തെക്കുറിച്ച് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു പഠിപ്പിക്കുന്നത് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലെ 24-ാം അധ്യായം 36-ാം വാക്യം. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈശോ പറയാണ്, ഈ ദിനത്തിന് വേണ്ടി കാത്തിരിക്കണം, ജാഗ്രതയോടെ വിശുദ്ധിയോടെ ദൈവകൃപയോടെ കാത്തിരിക്കണം. ഭയക്കാനല്ല ദൈവം പഠിപ്പിക്കുന്നത്, ജാഗ്രത പുലർത്തുക. ഇന്ന് ഞാൻ, നാളെ നീ ഇന്ന് സിമിത്തേരിയിൽ എഴുതി വെച്ചത് ഭയക്കാനല്ല, ഒരുങ്ങാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ മരിച്ചവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ മനോഹരമായ ഒരു ഗാനം വയ്ക്കും. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വെച്ചിരിക്കുന്നത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് കേൾക്കാനല്ല, മറിച്ച് എന്നെ ആ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നതായിട്ട് മാറണം. നിനക്കും ഇതുപോലെ ഒരു മരണത്തിൻ്റെ കാഹളം മുഴങ്ങുന്നൊരു ദിവസം നീ ഒരുക്കപ്പെട്ട വ്യക്തിയാണോ? അവിടെയാണ് യുഗാന്ത്യത്തിൽ ഭയം കൂടാതെ മരിക്കാനും, മരിച്ചാലും ഞാൻ ക്രിസ്തുവിനോടുകൂടെ, ജീവിച്ചാലും ഞാൻ ക്രിസ്തുവിനോടുകൂടെ. തമാശ രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ICU എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പലരും പറയും, മെഡിക്കൽ ശാസ്ത്രപരമായിട്ട്. മറ്റൊരു വിധത്തിൽ പറയും ICU. നീ ഇപ്പോൾ എന്നെ കാണുന്നില്ലെങ്കിൽ ICUവിൽ കുഴലും നിൻ്റെ മൂക്കിലും വായിലും എല്ലായിടത്തിട്ട് മരണത്തിൻ്റെ നിഴൽ വീണ സമയത്ത് നീ അറിയാതെ അനേകരോട് മാപ്പ് ചോദിക്കും. നീ അറിയാതെ അനേകരെ വിളിക്കാൻ തുടങ്ങും. ഇതാ ഈശോ വരുന്നു, മാതാവ് വരുന്നു. കാരണം എന്താ പ്രിയപ്പെട്ടവരെ? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിൽ കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടരുത്. പ്രത്യാശയോടെ അനുദപിച്ച് ദൈവത്തിൻ്റെ വിധി ദിനത്തിൽ നീതിപീഠത്തിന് മുന്നിൽ നിൽക്കാൻ, നീതിയോടൊരു മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏക മകനാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള അയലക്കത്തുള്ളൊരു സഹോദരി, ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നൊരു ചേച്ചി, എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഈ ചേച്ചി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അച്ഛനാകാൻ പോകുമ്പോൾ എൻ്റെ വീട്ടുകാരോട് ഈ ചേച്ചിയായിരിക്കും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ചിന്ത. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സെമിനാരിയിൽ പോകാൻ ഞാൻ സെലക്ഷൻ കിട്ടി. വീട്ടിൽ പറയുന്നതിന് മുമ്പ് ഈ ചേച്ചിയോട് ഈ കാര്യം അവതരിപ്പിച്ചു. ചേച്ചിയെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് പറയണം, അപ്പനോടും അമ്മയോടും പറയണം. പ്രിയപ്പെട്ടവരെ, ഈ ചേച്ചിയോട് പറഞ്ഞു, മോനെ നീ ഒന്നും സെമിനാരിൽ പോകണ്ട, നിനക്കതൊന്നും പഠിച്ച് പൂർത്തീകരിക്കാനുള്ള കഴിവൊന്നുമില്ല, അതുകൊണ്ട് നീ പോകണ്ട. ഞാൻ പറഞ്ഞു, ചേച്ചി, ആകെ ഒരു പ്രത്യാശ ചേച്ചിയിലായിരുന്നു. ചേച്ചി വീട്ടിൽ പോയി പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നവൻ. ഈ ചേച്ചി പറഞ്ഞു, മോനെ നീ നിൻ്റെ വീട് നോക്ക്, കുറച്ച് മക്കളുള്ളവരൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടത്, ആൺകുട്ടികൾ, നീ ഒരു ആൺകുട്ടിയുള്ളൂ ഇവിടെ. അങ്ങനെ ഈ ചേച്ചി പല വിധത്തിലും പറഞ്ഞു. എന്നാൽ അവസാനമായപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് ആ ചേച്ചി വഴങ്ങി തന്നു. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിഞ്ഞു, സെമിനാരി പഠിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ വിളിക്കുകയാണ്. എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, എടാ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വളരെ വയ്യാതെ കിടക്കാണ്, ഹോസ്പിറ്റൽ വളരെ സീരിയസ് ആണ്, നീ ഒന്ന് പോയി കാണാവോ? നിന്നെ ഒന്ന് കാണണമെന്ന് ആ ചേച്ചി ആഗ്രഹം പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ അച്ഛനാണെന്ന് പറഞ്ഞ് കയറിയാൽ നിനക്ക് ICUലേക്ക് പെട്ടെന്ന് കയറാം. അങ്ങനെ ഞാൻ എൻ്റെ കസക്ക് ഇട്ടിട്ട് എൻ്റെ ലോവയിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി. ഒരു അച്ഛനാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവനെ എന്നെ ICUലേക്ക് എടുത്തു. അപ്പോൾ ചേച്ചി ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ചേച്ചിനോട് പറഞ്ഞു, മോനെ എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്ന് നീ സെമിനാരിയിൽ പോവാൻ ആഗ്രഹിച്ച കാലത്ത് ഞാൻ എല്ലാവരേക്കാൾ കൂടുതൽ തടഞ്ഞൊരു വ്യക്തിയാണ്. എന്നാൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് നീ ഒരു വൈദികനായി കാണാൻ. ഞാനിവിടെ കടന്നപ്പോൾ എനിക്ക് നിന്നെ കാണണം, നിന്നോടൊന്ന് സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ഈ സഹോദരി എന്നോട് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഈ BP ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിൽക്കനെ ഈ സഹോദരി മരണത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു നല്ല മരണത്തിന് ഒരുക്കപ്പെട്ടത്. കാരണം ജീവിതത്തിൽ എവിടേക്കോ എന്തെങ്കിലും ഒരു ഉത്തിരിപ്പ് കടമുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ആഗ്രഹിക്കണം. യുഗാന്ത്യ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മരണക്കിടക്കയിൽ വിശുദ്ധ ഔസേപ്പിതാവേ, എനിക്ക് നൽമരണ മധ്യസ്ഥനായി നീ എൻ്റെ അടുത്ത് വരണമേ. ഇന്ന് അനേകരുടെ മരണം വളരെ തിക്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുഗാന്ത്യത്തിലേക്ക് ഒരുങ്ങുന്ന ഞാനും നിങ്ങളും മരണത്തിൻ്റെ നിഴലിൽ ദൈവാനുഭവത്തിൻ്റെ കൃപയിൽ മരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശു പറയുക, ഈ കഷ്ടതയുടെ കാലത്തും ക്ലേശത്തിൻ്റെ കാലത്തും ഒന്നും ഭയപ്പെടരുത്. നിങ്ങൾ യുദ്ധത്തെക്കുറിച്ചും അവയുടെ കിംവദന്തികളും നിങ്ങൾ കേൾക്കും, എന്നാൽ ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സഹനം വരുമ്പോൾ സഹനം മാറാനല്ല പ്രാർത്ഥിക്കേണ്ട പ്രിയപ്പെട്ടവരെ, സഹനത്തെ അതിജീവിച്ച് കർത്തവ്യൻ്റെ യുഗാന്ത്യ കാലഘട്ടത്തിൽ ഏറ്റവും കൃപയോടെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് വത്തിക്കാൻ സെക്കൻഡേക്കും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നാം ഇപ്പോൾ തന്നെ അവസാന കാലഘട്ടത്തിലേക്ക് ജീവിക്കുന്നു. സഭ പഠിപ്പിക്കുക, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെയും സ്വർഗാരോപണത്തിൻ്റെ കാലം മുതൽ സഭ ഒരുങ്ങിയത് ഈ അവസാന നാളുകളെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ്. സഭയുടെ ഒരുക്കം അന്നു മുതൽ, ഈശോയുടെ കാലം മുതൽ ഇന്ന് വരെ ഈ യുഗാന്ത്യ സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നീറോ ചക്രവർത്തി വന്നപ്പോഴും ഡയോക്ലീഷ്യസ് ചക്രവർത്തി വന്നപ്പോഴും കൊളോസിയത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയപ്പോഴും അവർ പറഞ്ഞത് ഇങ്ങനെയാ: ഞങ്ങളുടെ ശരീരത്തെ കൊന്നാലും ഞങ്ങളുടെ ആത്മാവ് പുനരുത്ഥാനത്തിൽ ദൈവത്തോടൊപ്പം ഉയർക്കപ്പെടും. അതുകൊണ്ടാണ് അനേക രക്തസാക്ഷികൾ കത്തോലിക്ക സഭയിൽ ചങ്ക് നിവർത്തി നിന്നുകൊണ്ട് ക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞ്. ഈ ഒരു കാലഘട്ടം ഇനിയും വരും. കിരാതരായ ഭരണകർത്താക്കളുടെ കാലഘട്ടം ഇനിയും നമ്മുടെ നാട്ടിലും സമൂഹത്തിലും ഉണ്ടാകും. വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ കൊന്നൊടുക്കാനുള്ള ഭരണകർത്താക്കളും അകലങ്ങളിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക, വിശ്വാസത്തെ ഉലയ്ക്കുന്ന ആത്മീയത പോലും വഞ്ചനകളും പീഡനങ്ങളും ഇനിയുള്ള കാലഘട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് യുഗാന്ത്യ സഭ അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കണം. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് പിന്നെ പഠിപ്പിക്കുക, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവ് ലോകത്തിൽ പ്രവേശിക്കും. പലപ്പോഴും ഈ വാക്ക് അനേകരെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യക്രിസ്തു, അനേകർ ചിന്തിച്ചിരിക്കുന്നത് അവസാനം വരുന്ന ഈശോ, ക്രൂരനായ ഈശോ. ഇതല്ല പ്രിയപ്പെട്ടവരെ അന്ത്യക്രിസ്തു. അന്ത്യക്രിസ്തു എന്ന വാക്കിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷ് പദം എടുത്താലാണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അത് ഇപ്രകാരമാണ്: ആൻറ്റി ക്രൈസ്റ്റ്. ക്രിസ്തു പഠനങ്ങൾക്ക്, ക്രിസ്തു ബോധ്യങ്ങൾക്ക്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് എതിരായി നിൽക്കുന്നതെല്ലാം ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവാണ്. അത് ചുറ്റുപാട് നമുക്ക് കാണാം. യേശുവിൻ്റെ മക്കളിൽ തന്നെ അനേകര് ഈ അന്ത്യക്രിസ്തുവിൻ്റെ പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഹോമോസെക്ഷുവാലിറ്റി പോലെയുള്ള പാപങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവ് ഈ ലോകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സഭയുടെ അകത്തും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലേക്കും കയറി വരാൻ തുടങ്ങും. ഇവിടെയാണ് യുഗാന്ത്യ സഭ പ്രിപ്പയർഡ് ആവേണ്ടത്. പെട്ടെന്ന് കള്ളനെ പോലെ മരണം വരുമ്പോൾ നമുക്കാർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ അവസാനം ക്രിസ്തു മഹത്വത്തോടെയാണ് വരിക. ക്രിസ്തു പേടിപ്പിച്ചിട്ടൊന്നല്ല വരിക. ആദ്യം വന്നത് ആർക്കും മനസ്സിലായില്ല. എളിമയുള്ള ഒരു കുഞ്ഞാടിനെ പോലെ കാലിത്തൊഴുത്തിൽ ജനിച്ചത് ആർക്കും മനസ്സിലായില്ല. എന്നാൽ അറിയണേ, ഇനി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് മഹത്വപൂർണമായിരിക്കും, കൃപാപൂർണമായിരിക്കും, പ്രകാശപൂർണമായിരിക്കും. അവിടെയാണ് അന്ത്യവിധി സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു കൃപാവരത്തെക്കുറിച്ച് ചിന്തിക്കണം.
സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പറയുക, പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അത് ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം പറയുന്നുണ്ട്, പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നു പോകും. ഉൽപ്പത്തിയിൽ ആരംഭിച്ച പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നുപോയി. ഇനി വരുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. പ്രത്യാശയുടെ ഒരു നാട്, പ്രതീക്ഷയുടെ ഒരു നാട്ടിലേക്ക് നമ്മളെ ദൈവം വീട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ വിശുദ്ധരുടെ കാഴ്ചപ്പാട് എന്താണ്? വിശുദ്ധരെന്താണ് യുഗാന്ത്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നൊരു കാര്യമുണ്ട്, യുഗാന്ത്യം കണക്ക് കൂട്ടാനുള്ള വിഷയമല്ല. പലപ്പോഴും യുഗാന്ത്യത്തെ അനേകർ കണക്ക് കൂട്ടി വെച്ചിരിക്കുക, അടുത്ത വർഷമായിരിക്കും, ഇപ്പോഴായിരിക്കും. എന്നാൽ അഗസ്തീനോസ് പറയുക, ദൈവത്തോടുള്ള ഐക്യത്തിൽ ജീവിക്കുക എന്നതാണ് പ്രാധാന്യം. കണക്ക് കൂട്ടി ഇരിക്കേണ്ടതല്ല, അടുത്ത വർഷമായിരിക്കും, പിന്നത്തെ വർഷമായിരിക്കും, ഇപ്പോൾ അതിൽ കയറിക്കോ, പേടകത്തിൽ കയറിയ രക്ഷപ്പെടാം. പ്രിയപ്പെട്ടവർ, ഇതൊന്നല്ല യുഗാന്ത്യം. നമ്മൾ നന്നായിട്ട് ജീവിക്കുക. ഡോൺ ബോസ്കോ പറയുന്ന പോലെ, കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം അവസാനിക്കുകയാണെങ്കിൽ ഞാൻ കളിച്ചു കൊണ്ട് തന്നെയിരിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ആ സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ട് നിഷ്കളങ്കത കൈവിടാതിരിക്കാൻ ഞാനെന്നും പ്രാർത്ഥിക്കും. പാതിരുപ്പിയോ പറയുക, പ്രാർത്ഥന, മാനസാന്തരം, വിശുദ്ധ കുർബാന എന്നിവയാണ് യുഗാന്ത്യ സഭയിൽ സുരക്ഷിതത്വം നൽകുന്ന ആയുധങ്ങൾ. പ്രിയപ്പെട്ടവരെ, കൊച്ചു ത്രേസ്യ പുണ്യവതി നമ്മളെ ഓർമ്മപ്പെടുത്തുക, ഓരോ ദിവസവും സ്നേഹത്തിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ വരവിനായി തയ്യാറായി കഴിഞ്ഞു. ഓരോ ദിവസവും സ്നേഹം നഷ്ടപ്പെടാതെ ജീവിക്കുന്നൊരു വ്യക്തി കർത്താവിൻ്റെ വരവിനായി തയ്യാറായി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പമാര് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക, പുതിയ സഹസ്രാപം വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെടരുത്. ഈ കാലഘട്ടത്തിൽ പ്രത്യാശ നഷ്ടപ്പെടരുത്. ക്രിസ്തുവിൻ്റെ ചരിത്രമെന്നാൽ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ മാർപ്പാപ്പയായ ബെനഡിക്ട് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ക്രിസ്ത്യാനിയുടെ ഭാവി ഭയത്തിൻ്റെ വിഷയമല്ല, പ്രത്യാശയുടെ വിഷയമാണ്. ക്രിസ്ത്യാനിയുടെ ഭാവി ഭയത്തിൻ്റെ വിഷയമല്ല, മറിച്ച് പ്രത്യാശയുടെ വിഷയമാണ്. അന്ത്യവിധി നീതിയുടെയും കരുണയുടെയും വെളിപ്പെടുത്തലാണ്. ബെനഡിക്ട് പാപ്പ കൃത്യമായിട്ട് പഠിപ്പിക്കുക, ഈ അന്ത്യവിധി എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്നതല്ല, ദൈവത്തിൻ്റെ കരുണ കൃത്യമായിട്ട് അനുഭവിക്കാം. ഞാനൊരു ഉദാഹരണം പറയാം പ്രിയപ്പെട്ടവരെ. എൻ്റെ അപ്പൻ ഹൈക്കോടതി ജഡ്ജിയാണെന്ന് വിചാരിക്കുക. എൻ്റെ അപ്പൻ ഹൈക്കോടതി ജഡ്ജി. അപ്പൻ്റെ ഏക മകനായി ഞാൻ ഇങ്ങനെ അലമ്പി നടക്കാം. അങ്ങനെ ഞാനൊരു കൊലപാതകം ചെയ്തു. അങ്ങനെ വിധി വരെയാണ്, എൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട്. അങ്ങനെ ജഡ്ജിയായ എൻ്റെ അപ്പൻ വിധി പ്രസ്താവിക്കണം. ഞാൻ നിൽക്കുന്ന എൻ്റെ പ്രത്യാശ എന്താണെന്നറിയോ? എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ അപ്പനല്ല ജഡ്ജി, എന്തായാലും എഴുതിത്തള്ളും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കണേ. അപ്പൻ ഇരിക്കുന്നത് നീതിപീഠത്തിൻ്റെ മുകളിലാണ്. അപ്പൻ ഇരിക്കുന്നത് നീതിപീഠത്തിന് മുന്നിലാണ്. സത്യമായിട്ടുള്ള കാര്യമേ അപ്പന് വിധിക്കാൻ പറ്റുള്ളൂ. കാരണം അപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ നിയമം നടപ്പിലാക്കാനാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കരുണ കാണിക്കണമെങ്കിൽ നീ ദൈവത്തിന് മുന്നിൽ കരുണയുള്ള വ്യക്തിയാകണം. അതുകൊണ്ട് എങ്ങനെക്കും ജീവിച്ചാലും അന്ത്യവിധി സമയത്ത് രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിനെതിരാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയണേ, ഒരുവൻ എടുക്കപ്പെടും, ഒരുവൻ അവശേഷിക്കപ്പെടും. പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ആരെ ഭയപ്പെടണം? നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടണം. അതാരാണ്? പിശാചല്ല. പിശാചിന് നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാവിനെ തൊടണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ശരീരത്തെയും ആത്മാവിനും നരകത്തിന് ഇരയാക്കാൻ കഴിവുള്ളവൻ, നരകത്തിൽ തള്ളാൻ കഴിവുള്ളവൻ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഒരു വേദന ആലോചിച്ച് നോക്കി. തൻ്റെ മകനെ, ഒത്തിരി പ്രതീക്ഷയോടെ വളർത്തിയ മകനെ നരകത്തിൽ തള്ളുമ്പോൾ നമ്മളെക്കാൾ എത്രയോ വേദനയാണ്. ഒരു അമ്മ തൻ്റെ കൊച്ചിനെ പെറ്റു വളർത്തിയിട്ട് ആ കൊച്ച് നഷ്ടപ്പെടുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വേദന അത് 1% മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 1000 മടങ്ങ് വേദനയാണ് ദൈവത്തിന് അന്ത്യവിധി സമയത്ത് നമ്മൾ നഷ്ടപ്പെടുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുഗാന്ത്യ സഭയിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഞാൻ ഓരോ ദിവസവും തിരുവചനം വായിച്ച് ജീവിതത്തെ ധ്യാനിക്കണം. വിശുദ്ധ കുർബാന ഒറ്റ ദിവസവും മുടക്കരുത്. അതുപോലെ മരണകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ വിശ്വാസ സത്യങ്ങളോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം.
മാതാവിൻ്റെ വിമല ഹൃദയം നിങ്ങളെ രക്ഷിക്കാൻ എന്നും പ്രാർത്ഥിക്കണം. കുമ്പസാരം എന്ന കൂദാശ ആഴ്ചയിൽ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിന് വിട്ടുകൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ യുഗാന്ത്യ സഭയിൽ നമ്മൾ പോരാളികളാണ്. പരാജയപ്പെടാനല്ല, ജയിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിത്യജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ഇന്നേ ദിവസം ദൈവം നമുക്ക് നൽകട്ടെ.